പാടയെ തകർന്ന് കുണ്ടും കുഴികളും രൂപപ്പെട്ട കൽപ്പറ്റ ചുഴലി റോഡിൽ യാത്ര ചെയ്യണമെങ്കിൽ തോണി ഇറക്കേണ്ട ഗതികേടാണ് നാട്ടുകാർക്ക്. കാലവർഷം ശക്തമായി വരുന്നതോടെ റോഡാകെ ചെളിക്കുളമായി കിടക്കുകയാണ്. കാൽനട യാത്ര പോലും അസാധ്യമാണ്. കുഴികളിലൊക്കെ മഴവെള്ളം കെട്ടിക്കിടന്ന് ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവായി. റോഡിൽ തകരാത്ത ഒരിടം പോലുമില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. റോഡ് തകർന്നിട്ട് 3 വർഷത്തിലധികമായി. KSRTC ഗാരേജ്, ഗോത്ര കോളനി, മിൽമ ഡയറി, ജില്ലാ ലീഗൽ മെട്രോളജി ഓഫീസ് എന്നിവിടങ്ങളിലേക്കൊക്കെയുള്ള റോഡാണ് ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ദീപക് മോഹൻ ചേരുന്നു നമുക്കൊപ്പം. ദീപക്, എന്തുകൊണ്ടാണ് ഈ അനാസ്ഥ? ചൂണ്ടിക്കാണിച്ചിട്ടും പരിഹരിക്കാത്തത് എന്തുകൊണ്ടാണ്? കൽപ്പറ്റ നഗരത്തിനടുത്തുള്ള പ്രധാന റോഡാണിത്. ചുഴലിയിലേക്കുള്ള റോഡ്. ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 3 വർഷത്തിലധികമായി. KSRTC ഗാരേജ്, മിൽമയുടെ വയനാട്ടിലെ ഡയറി ഓഫീസ്, ഒപ്പം ജില്ലാ ലീഗൽ മെട്രോളജിയുടെ ഓഫീസ് വരെ ഈ പോകുന്ന റോഡിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. റോഡിന്റെ തുടക്കം മുതൽ തന്നെ മിൽമയിലേക്കുള്ള വാഹനങ്ങൾ, നിരവധി ലോറി പോലുള്ള വലിയ വാഹനങ്ങൾ സ്ഥിരമായി പോകുന്നത് കാരണമാണ് റോഡ് ഇത്തരത്തിൽ തകർന്നു കിടക്കാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അതോടൊപ്പം ഈ കുഴികളിൽ മഴവെള്ളം കെട്ടിനിന്ന് ഇരുചക്ര വാഹനക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവായി മാറിയിരിക്കുകയാണ്. 500-ലധികം കുടുംബങ്ങൾ ഈ റോഡിന് ഇരുവശങ്ങളിലുമായി താമസിക്കുന്നുണ്ട്. റോഡ് പൂർണ്ണമായും തകർന്നതോടെയാണ് യാത്രാ ദുരിതം രൂക്ഷമായത്. ഇപ്പോൾ ഇരട്ടിയിലധികം ടാക്സി കൂലി നൽകിയാണ് ഗോത്രമേഖലയിൽ അടക്കമുള്ളവർ ഈ മേഖലയിലേക്ക് വരുന്നത്. 2 ആദിവാസി കോളനികൾ ഈ റോഡിന് സമീപത്തായി ഉണ്ട്. അവരും ഇതേപോലെ ഈ റോഡ് തകർന്ന് തരിപ്പണമായതിനാൽ തന്നെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നതും ദുഷ്കരമാണ്. KSRTC ഗാരേജിന് മുന്നിലും അതുപോലെ തന്നെ ചുഴലി ലൈബ്രറിയുടെ ഭാഗങ്ങളിലും എല്ലാം തന്നെ റോഡ് തുടങ്ങുന്ന ഭാഗം മുതൽ അവസാനിക്കുന്ന പ്രദേശം വരെ ഇത്തരത്തിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. വലിയ വാഹനങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ റോഡ് വീതി കൂട്ടി നിർമ്മിക്കണം എന്നും പറയുന്നുണ്ട്. എന്താ, റോഡ് വളരെ മോശമാണ്. വളരെ മോശം. മെയിനായിട്ട് നമ്മൾ കൗൺസിലർ തിരിഞ്ഞു നോക്കില്ല. മിൽമക്കാരൊക്കെയല്ല, ടണ്ണ് കണക്കിന് ലോറിയാണ് ഇതിലെ മിൽമന്റെ വണ്ടിയും കൊണ്ട്. ഇത് ഒരുപാട് കാലമായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെ എടുക്കുക. നിങ്ങളൊക്കെ ശരിക്കും ബുദ്ധിമുട്ടില്ലല്ലേ? ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഒരു വർഷം പോയിട്ടുണ്ടെങ്കിൽ 2000-2500 റുപ്യ അല്ലാതെ നമുക്ക് വരാൻ കഴിയില്ല. അത്രക്കും പണിയാണ്. റോഡിന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാ കഷ്ടപ്പെട്ടാണോ നടക്കുന്നത്? അതെ, നമുക്ക് സ്കൂളിലേക്ക് പോവാണെങ്കിലും മക്കളെ കൊണ്ടൊക്കെ പോവാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാ. സൈഡ് കിടക്കാൻ പോലും സ്ഥലമില്ല. അങ്ങനെ വെള്ളം കെട്ടി കിടക്കുകയല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇഷ്ടംപോലെ വണ്ടികൾ വന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരുപാട് കംപ്ലൈന്റുകളും മറ്റു കാര്യങ്ങളും ചെയ്തതാണ്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ജനങ്ങൾ നടന്നു വരാൻ പോലും, ആ സ്ഥലത്ത് നടന്നു വരാൻ പോലും പറ്റില്ല. അത്ര അവസ്ഥയാണ്. മിൽമ വന്നതോടുകൂടിയാണ് റോഡ് ഇത്രയും മോശമായത്. ഞങ്ങൾ കാലാകാലങ്ങളായിട്ട്, ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 22 വർഷമായി. ആ 22 വർഷമായിട്ട് ഈ റോഡിന്റെ സ്ഥിതി തന്നെയാണ്. ഇതേ അവസ്ഥയാണ്. നമ്മൾ അടുത്തുള്ള ഒരു രോഗീനെ കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വന്നിട്ടില്ല. ലാസ്റ്റ് അടുത്തുള്ള ഒരു വണ്ടിക്കാരന്റെ ഒരു ദയ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞത്. പ്രദേശവാസിയായ ചേട്ടൻ പറഞ്ഞതുപോലെ എത്രയും വേഗം ഈ റോഡ് നന്നാക്കുകയാണെങ്കിൽ ഈ പ്രദേശവാസികൾക്ക് ഒരുപാട് ഗുണങ്ങൾ, അതായത് ഈ റോഡിലൂടെ സമാധാനത്തോടെ സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. മാത്രമല്ല, ഈ റോഡിന്റെ അവസ്ഥ ഒരുപാട് തവണ അധികൃതർക്ക് മുൻപിൽ പറഞ്ഞിട്ടും അവർ ചെവിക്കൊള്ളുന്നില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ റോഡ് നന്നാക്കി ഈ വഴിയിലൂടെ ഗതാഗതം സാധാരണ രീതിയിലേക്ക് എത്തിക്കുക. അതോടൊപ്പം ഈ പ്രദേശവാസികൾക്ക് സമാധാനപരമായി ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. വേനൽക്കാലത്ത് കുഴികൾ ഉണ്ടാകുന്ന ഈ റോഡിൽ കുണ്ടും കുഴിയും ഉള്ളതിനാൽ തന്നെ യാത്ര തന്നെ ദുസ്സഹമാണ്. അതോടൊപ്പം മഴയും കാലവർഷവും കൂടി എത്തിയതോടുകൂടി ഈ കുഴികളിലെല്ലാം തന്നെ വെള്ളം നിറഞ്ഞ് മിക്ക വാഹനങ്ങളും ഈ ഇരുചക്ര വാഹനങ്ങളാണ് പ്രധാനമായും അപകടത്തിൽപ്പെടുന്നത്. അതോടൊപ്പം ഓട്ടോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടാക്സി വാഹനങ്ങൾ പലതവണ ഈ ഭാഗത്തേക്ക് വിളിച്ചാൽ പോലും ആരും ഇങ്ങോട്ടേക്ക് വരില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏതായാലും ഈ പ്രദേശവാസികളുടെ ദുസ്സഹമായ ഒരു അവസ്ഥ കണ്ടറിഞ്ഞ് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ച് ഈ റോഡിന്റെ പണി ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.